തിരുവനന്തപുരം ഡോക്ടർ GR പബ്ലിക് സ്കൂളിനെതിരെ റിപ്പോർട്ടർ TV നൽകിയത് കള്ളവാർത്തയെന്ന് സ്കൂൾ മാനേജ്മെന്റ്. വ്യക്തികളുമായുള്ള വഴിപ്രശ്നത്തിന്റെ പേരിൽ സ്കൂളിനെതിരെ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങളാണ് ചാനൽ വാർത്തയാക്കിയത്. ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിച്ച് 45 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനാണ് വാർത്ത നൽകിയതെന്നും വിമർശനം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 45 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്കൂളിനെതിരെയാണ് റിപ്പോർട്ടർ TV വ്യാജ വാർത്ത നൽകിയതെന്നാണ് ആരോപണം. സ്വകാര്യ വ്യക്തിയുടെ വഴിത്തർക്ക വിഷയം. സമീപത്ത് താമസിക്കുന്ന സ്കൂളിലെ മുൻ ശുചീകരണ തൊഴിലാളിയായിരുന്ന സ്ത്രീ സ്കൂളിലെ കോമ്പൗണ്ടിനുള്ളിൽ കൂടി വഴി നടക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഇത് കോടതി ഇടപെട്ട് റദ്ദാക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്കൂൾ മാനേജ്മെന്റിനോട് പോലും വ്യക്തത തേടാതെയാണ് വാർത്ത നൽകിയതെന്നാണ് ആരോപണം. ഇന്നലെ രാവിലെ 9 മണിക്ക് റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ സ്കൂളിനെതിരെ ഒരു വാർത്ത വന്നു. അത് തികച്ചും തെറ്റാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരാതി കൊടുത്തയാൾ 2 വർഷത്തിന് മുമ്പേ വരെ ഇവിടുത്തെ സ്വീപ്പറായിട്ട് ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ്. വഴിയാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് കോടതി വഴി പരിഹാരം കാണാൻ പറ്റും, സിവിൽ ഡിസ്പ്യൂട്ടാണ് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വയ്ക്കുകയും തുടർന്ന് ഇരു പാർട്ടികളോടും കോടതിയിൽ പോകാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതനുസരിച്ച് നെയ്യാറ്റിൻകര മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിനെ 2ആയി വിഭജിച്ചുകൊണ്ട് ഒരു വഴി അവർക്ക് കൊടുക്കേണ്ടതില്ല എന്നും അങ്ങനൊരു വഴി ഇല്ല എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഞ്ചക്ഷൻ കോടതി തരികയും അവരെ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടും നിരോധിച്ചുകൊണ്ടും ഒരു ഉത്തരവുണ്ടായിട്ടുള്ളതുമാണ്. ആ ഉത്തരവനുസരിച്ച് ആണ് ഇപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വാർത്തയിൽ പ്രിൻസിപ്പലിനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചതായിട്ടുള്ള ഒരു ഫോൺ റെക്കോർഡും നൽകുന്നുണ്ട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നോട് ആരും സംസാരിച്ചിട്ടില്ല എന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. ഇല്ല, എൻ്റെ അടുത്ത് ആരും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. ഞാനാണ് ഇപ്പോൾ GR സ്കൂളിലത്തെ പ്രിൻസിപ്പള്. എൻ്റെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും വിളിച്ച് സംസാരിച്ചിട്ടുമില്ല. ഞാനും ആരുടെ അടുത്തും സംസാരിച്ചിട്ടില്ല. എൻ്റെ ശബ്ദം ഇതില്ലേ, നിങ്ങൾക്ക് എന്നെ അത് നോക്കാമല്ലോ. ചെങ്കുത്തായ നിരപ്പിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ വെള്ളം ശേഖരിക്കാനുള്ള മഴവെള്ള സംഭരണിയുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഈ വെള്ളം കവിഞ്ഞൊഴുകാറുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി മാലിന്യ സംസ്കരണത്തിനും യാതൊരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വഴിതർക്കത്തിൽ കോടതി ഇടപെട്ട് പരിഹാരവും കണ്ടെത്തി. സ്കൂളിന്റെ പേര് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടർ TV വാർത്ത നൽകിയതെന്നാണ് മാനേജ്മെന്റിന്റെ ആക്ഷേപം. ജനം, തിരുവനന്തപുരം.